ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷിമിബാസ്. UAEയിൽ ഏറ്റവും കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമായ ദുബായ് ഗ്ലോബൽ വില്ലേജിലെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള കാഴ്ചകൾ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ മുഴുവനായും കാണുക. ഇറാൻ യുദ്ധ സാഹചര്യത്തിൽ ടെമ്പററി ക്ലോസ്ഡ് ആയിരുന്ന ഗ്ലോബൽ വില്ലേജ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ്. മെയ് 31 30ാമത്തെ സീസൺ കഴിയുവാൻ 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴായിരുന്നു ഞങ്ങളുടെ ഈ വിസിറ്റ്. അതുകൊണ്ട് തന്നെ സ്റ്റണ്ട് ഷോ, കിഡ്സ് തിയേറ്ററിലെ ഷോകളെല്ലാം നിർത്തിവെച്ചിരുന്നു. പവലിയനുകളൊന്നും സന്ദർശിക്കുന്നില്ല, പകരം കുറച്ച് ഫുഡ്, മെയിൻ സ്റ്റേജ്, പിന്നെ ഇവിടുത്തെ മാസ്റ്റർ ഐറ്റം ആയിട്ടുള്ള കുറച്ച് റൈഡുകൾ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഏത് സീസണിലും ഫിൽസ ഇവിടെ എത്തിയാൽ ആദ്യം റിക്വസ്റ്റ് ചെയ്യുക ഫ്രൈസ് ചിപ്സിലെ കോൺഡോഗാണ്. ഞങ്ങൾ ബോസ്നിയൻ കബാബും. ബോസ്നിയയുടെ ദേശീയ വിഭവമാണ് ചെവാപ്പി എന്നറിയപ്പെടുന്ന ഈ ബോസ്നിയൻ കബാബ്. ചെറുതായി അരിഞ്ഞ ഇറച്ചി ഇതുപോലെ വട്ടത്തിൽ പരത്തി ഗ്രില്ലിൽ ചുട്ടെടുത്ത് സമൂൻ എന്നറിയപ്പെടുന്ന പരമ്പരാഗത ബ്രെഡിനുള്ളിൽ വെച്ച് കുറച്ച് സ്പെഷ്യൽ സോസുകളും സാലഡുകളും എല്ലാം ചേർത്ത് നമുക്ക് തരുന്നു. ഇനിയൊരു സുഷി കഴിച്ചാലോ എന്ന ആഗ്രഹം. ഞങ്ങൾ ഓർഡർ ചെയ്തത് പ്രോൺസ് വോൾക്കാനോ സുഷി ആയിരുന്നു. ഒരു ജാപ്പനീസ് ഐറ്റമായിട്ടുള്ള സുഷി ഇന്ന് ലോകമെമ്പാടും പ്രിയപ്പെട്ട ഒരു വിഭവമാണ്. പക്ഷേ അതിൻ്റെ ഉത്ഭവം യഥാർത്ഥത്തിൽ ജാപ്പനീസ് അല്ല കേട്ടോ. തുടക്കത്തിൽ തെക്ക് കിഴക്കൻ ഏഷ്യയിൽ മത്സ്യം കേടുവരാതിരിക്കാൻ പുളിപ്പിച്ച അരിയിൽ പാക്ക് ചെയ്തിരുന്ന ഒരു സംരക്ഷണ രീതിയായിരുന്നു ഇത്. വീഡിയോയിൽ കാണുന്നത് പോലെ സുഷി റൈസിൽ റോ ഫിഷ് വെച്ച് ഒരു പ്രത്യേക മാറ്റ് ഉപയോഗിച്ച് റോൾ ചെയ്ത് വെക്കും. സുഷിക്ക് മുകളിൽ ഫിഷ് മയോണൈസ് അതുപോലെ തന്നെ അവക്കാഡോ സോസ് ഒക്കെ മിക്സ് ചെയ്ത് ഒരു വോൾക്കാനോ ആകൃതിയിൽ ഇത് അലങ്കരിക്കുന്നത് കൊണ്ടായിരിക്കണം ഇതിന് വോൾക്കാനോ സുഷി എന്ന പേര് വന്നിരിക്കുന്നത്. ഇനി ഇവിടുത്തെ കാർണിവൽ കാഴ്ചകൾ കാണാം. 200-ലധികം റൈഡുകളും അതുപോലെ തന്നെ ഒരുപാട് ഗെയിംസുകളും ഒക്കെയായി വളരെ വലിയൊരു ഏരിയ തന്നെയാണ് ഇവർ ഇതിനായി മാറ്റിവെച്ചിരിക്കുന്നത്. അവസാന ദിവസങ്ങളായതിനാൽ ഒരാൾക്ക് 99 ദിർഹമിൻ്റെ ഒരു ടിക്കറ്റ് എടുത്താൽ ഒരു ആക്സസ് കാർഡ് കിട്ടും. ആ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഏത് റൈഡിലും അൺലിമിറ്റഡ് യൂസ് ചെയ്യാം. കയ്യിലൊരു ബാൻഡ് ധരിപ്പിച്ചു തരും. അതുകൊണ്ട് തന്നെ ആ കാർഡ് ഒരു പ്രത്യേക വ്യക്തിക്ക് മാത്രമേ യൂസ് ചെയ്യാനും പറ്റുള്ളൂ. ഭൂരിഭാഗം റൈഡ്സിലും ആദമിന് ഹൈറ്റ് കുറവായതിനാൽ ഒരു അഡൽട്ടിനും ഫ്രീ ആയി കൂടെ പോകാം. ആ അവസരം ഞാനും ഷെമിയിലെ മാക്സിമം മുതലെടുത്തു. ചില റൈഡുകൾ താഴെ നിന്ന് നോക്കുമ്പോൾ തന്നെ പേടിയായിരുന്നു. സോ അതിൽ കയറാൻ ധൈര്യവും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ പല രാജ്യങ്ങളുടെ പവലിയനുകളിൽ കയറി ഇങ്ങനെ നടക്കുന്നതിനേക്കാളും ഞങ്ങൾ കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഈ കാർണിവലും പല രാജ്യങ്ങളുടെ ഫുഡും മെയിൻ സ്റ്റേജിലെ അടിപൊളി പെർഫോമൻസൊക്കെ കണ്ടു നടക്കാനാണ്. റൈഡ്സൊക്കെ കഴിഞ്ഞു. ചെറിയൊരു ക്ഷീണവും വിശപ്പും. ഇനിയൊരു ഫുഡായാലോ? ഇറ്റാലിയൻ പാസ്തയാണ് ഇനി നെക്സ്റ്റ്. പാസ്ത വിത്ത് നൂഡിൽസ് ആണ്. ഫിൽസക്കും ആദമിനൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഫിൽസക്ക് ഒരു ഡാൻഡി, ആദമിനൊരു സ്പോർട്സ് കാറും വേണമെന്ന് പറഞ്ഞു. അതും വാങ്ങി. എപ്പോൾ വന്നാലും ഞങ്ങൾ വാങ്ങാറുള്ള മറ്റൊരു ഐറ്റമാണ് തായ്ലാൻഡ് ഫ്രൂട്ട് കട്ട്. അവയിൽ ചിലതൊക്കെ ഞാൻ തൊട്ട് നോക്കാറുമുണ്ട്, പ്ലാസ്റ്റിക് അല്ല എന്ന് കൺഫേം ചെയ്യാൻ. അവിടെ തന്നെയുള്ള ചെറിയൊരു ഫുഡ് കോർട്ടിൽ ഇരുന്ന് അവർ തന്ന ഒരു ഉപ്പ് മസാലയൊക്കെ കൂട്ടി ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ലൈവായി ഒരു അറബിക് സോങ് നടക്കുന്നു. ആനയുടെയും മഹാറാണ പ്രതാപിൻ്റെയും ഭീമാകാരമായ സ്റ്റാച്യൂസ് കൊണ്ട് എൻട്രൻസ് ഗേറ്റ് വിസ്മയകരമാക്കിയ ഇന്ത്യൻ പവലിയൻ്റെ മുൻപിലൂടെ നടന്ന് മെയിൻ സ്റ്റേജിലേക്ക്. ഇവിടെ പ്രധാനമായും 2 ഷോകളാണ് ഞങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. ഓൾ അബോർഡ് അതുപോലെ തന്നെ എയർ കിങ്സിൻ്റെ ഡാൻസ്. രണ്ടും അടിപൊളി പെർഫോമൻസ് ആണ്. കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത്.
ഞങ്ങളുടെ ഏകദേശം 6.5 മണിക്കൂർ വിസിറ്റാണ് കേവലം ഈ 5 മിനിറ്റ് വീഡിയോയിൽ ഒതുക്കിയത്. ഗ്ലോബൽ വില്ലേജിൻ്റെ 30ാം സീസണിലെ അവസാന സന്ദർശനവും അതോടെ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വർണ്ണാഭവും വ്യത്യസ്തവുമായ 31ാം സീസണിനായി കട്ട വെയിറ്റിംഗ്. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്നു. ഗുഡ് ബൈ, ടേക്ക് കെയർ.